Hi all, welcome to my channel DM Tricks. ഇന്ന് നമ്മൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ വെബ്സൈറ്റിൽ ചാറ്റ് ബോട്ട്സ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാറ്റ് ബോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ ഇവിടെ moneymonkey.com എന്നുള്ളൊരു വെബ്സൈറ്റിൽ ഞാൻ ജസ്റ്റ് ലോഗിൻ ആവുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് URL ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് പോരുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ ഗ്രീറ്റിങ്സ് അങ്ങനെ ഇൻഫോർമേഷൻസ് ഒക്കെ പറയാനായിട്ട് ഒരു റോബോട്ട് പോലെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഈ ചാറ്റ് ബോട്ട്സ് എന്ന് പറയുന്നത്. ഈ കണ്ടോ, അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ മണി മങ്കി വെൽക്കം ബാക്ക് ഐ ആം മണി മങ്കി ബോട്ട് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ ചൂസ് എ ചാറ്റ് മാർക്കറ്റിംഗ് ടോപ്പിക് ടു സ്റ്റാർട്ട്. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ പ്രിമേഡായിട്ട് ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസറും പോലെ തന്നെ അതിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് ഓട്ടോമാറ്റിക്കലി ഈ ആൻസേഴ്സ് കൊടുക്കാനുള്ളതാണ് നമ്മുടെ ചാറ്റ് ബോട്ട്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാറ്റ് ബോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം? നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന യൂസേഴ്സ് എൻഗേജ് ചെയ്തേയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ യൂസേഴ്സിന് കുറച്ച് യൂസ്ഫുള്ളാണ്, പെട്ടെന്ന് അവർ ഇൻഫോർമേഷൻസ് അവർക്ക് കിട്ടും. ഓക്കെ, അതിനാണ് നമ്മൾ ചാറ്റ് ബോട്ട്സ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലുക്ക് തന്നെ മാറും, നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വേർഡ്പ്രസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ പ്ലഗിൻസ് യൂസ് ചെയ്ത് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു, പ്ലഗിൻസിലേക്ക് ആഡ് ന്യൂ പ്ലഗിൻ സ്റ്റോറിലേക്ക് പോവാണ്. ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിൽ നിന്ന് ടിഡിയോ എന്നുള്ളൊരു ആപ്പ് നമ്മൾ ചൂസ് ചെയ്യാണ്, ഒരു പ്ലഗിൻ നമ്മൾ ചൂസ് ചെയ്യാണ്. കണ്ടോ, ടിഡിയോ ലൈവ് ചാറ്റ് ബോട്ട്സ് ആൻഡ് ഇമെയിൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ നൗ എന്നുള്ളത് കൊടുത്തു. ഇൻസ്റ്റലേഷന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ചെയ്യാതെ. ഓക്കെ യെസ്, അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ആക്റ്റീവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ വെബ്സൈറ്റിലോട്ട് ചാറ്റ് ബോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഓപ്ഷൻസിൻ്റെ തൊട്ട് താഴെ ഏറ്റവും താഴെയായിട്ട് ടിഡിയോ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിലേക്ക് പോവാം. ഓക്കെ, യെസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ടിഡിയോ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്തുണ്ടാക്കണം? ഒരു ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഇമെയിലും പാസ്വേഡും കൊടുക്കുക. അതിന് വേണ്ടി നമ്മൾ ഇമെയിലും പാസ്വേഡും കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇമെയിൽ ID പാസ്വേഡും ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് നമ്മൾ ഈ ടിക്ക് മാർക്ക് ചെയ്ത് എഗ്രി ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് ക്രിയേറ്റ് ഫ്രീ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ചാറ്റ് ബോട്ടിൽ അല്ലെങ്കിൽ ലൈവ് ചാറ്റിന് ഒരു നെയിം കൊടുക്കണം. അപ്പോൾ ചാറ്റ് വിത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനി നെയിം, ഇപ്പോൾ ഞാൻ DM ട്രിക്സ് എന്നിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എന്താണോ കൊടുക്കുന്നത് അത് ഈ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് വിസിബിൾ ആവും, പ്രിവ്യൂ പോലെ. അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റിൻ്റെ തീമിനോട് കളർ കോംബോ എങ്ങനെയാണ് വരുന്നത് അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം നമ്മുടെ ചാറ്റ് ബോട്ടിന്. പിന്നെ നമുക്ക് ലാംഗ്വേജും ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ കൊടുക്കാം. കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഇവർ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒന്നിൽ കൂടുതലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒരേ ഒറ്റ വെബ്സൈറ്റും ഉള്ളെങ്കിൽ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. യെസ്, അതിനുശേഷം കമ്പനി സൈസ് നോക്കും. അപ്പോൾ നമ്മൾ ഇറ്റ്സ് ജസ്റ്റ് മീ 2 or 3 4 to 6 അങ്ങനെ പറഞ്ഞിട്ട് കുറച്ചുണ്ട്. ഏത് കൺട്രിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത് നോക്കാം. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എവിടെയാണോ അത് കൊടുക്കുക, ചൂസ് ചെയ്ത് കൊടുക്കുക. ഇൻഡസ്ട്രി ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഏതാണ് ആപ്റ്റായിട്ട് വരുന്നത് അത് നമ്മൾ കൊടുക്കും. ഇപ്പോൾ സർവീസസ് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് എത്ര എൻക്വയറീസ് വരാം എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 26 to 250. ഇതിൽ ഈ ടിഡിയോ എന്നുള്ളൊരു ആപ്പിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഫ്രീ വേർഷനും ഉണ്ട്, അതേപോലെ തന്നെ പ്രോ വേർഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീ വേർഷന് ലിമിറ്റേഷൻസ് ഉണ്ട്. എത്ര യൂസേഴ്സ് വരുന്നു എന്നുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അവർ ചോദിക്കുന്നത് എത്ര എൻക്വയറീസ് വരെ മന്ത്ലി വരാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തിനാണ് നമ്മൾ ഈ ടിഡിയോ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓട്ടോമേറ്റഡ് കൺവേർഷൻസ് അല്ലെങ്കിൽ ലൈവ് ചാറ്റ്, നമുക്ക് ലൈവ് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമേറ്റ് കൺവേർഷൻസ് എന്നുള്ളതും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഐ വാണ്ട് ലൈവ് ചാറ്റ് എന്ന് കൊടുത്തു.
ക്ലയൻറ്റിന് വേണ്ടിയാണെങ്കിൽ നമ്മളിത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രീലാൻസേഴ്സ് ആണെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം തേർഡ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ഓപ്പൺ ചെയ്തത് ഒരു ചാറ്റ് ബോട്ടാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇവിടെ എന്താ വരുന്നത്, വെൽക്കം ടു ടിഡിയോ സപ്പോർട്ട്, വി ആർ റെഡി എന്നുള്ള പറഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, കണ്ടോ, ഓൾറെഡി വാട്ട് വുഡ് യു ലൈക്ക് ടു എക്സ്പ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ജസ്റ്റ് ഗ്രീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഹൈ ദർ ഇഫ് യു നീഡ് എനി അസിസ്റ്റൻസ് ഐ എം ഓൾവേസ് ഹിയർ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഇൻഫോർമേഷൻസ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മുടെ ഓഡിയൻസിന് ഇത് വിസിബിൾ ആയിരിക്കും ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ അങ്ങനെ തന്നെ വെക്കുകയാണ്. ജസ്റ്റ് ഗ്രീറ്റ് ദം വാംലി, ഇങ്ങനത്തെ ഒരു ഗ്രീറ്റിംഗ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഇൻസ്റ്റാൾ വിഡ്ജറ്റ് കൊടുക്കുകയാണ്. ഗ്രീറ്റിംഗ് നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണ്ടോ ഇങ്ങനെയാണത്തൊരു വെൽ ഡൺ, യു ഹാവ് സക്സസ്ഫുള്ളി കൺഫിഗറേറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ഓപ്പൺ ടിഡിയോ പാനൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അതിന് മുൻപ് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. കണ്ടോ, കൺഫിഗറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഈ സൈഡിലോട്ട് നമ്മുടെ എന്ത് വന്നു, ഒരു ചാറ്റ് ബോട്ട് വന്നു. അതിൽ നമ്മളോട് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈ ദർ ഇഫ് യു നീഡ് ഗ്രീറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇത്. നമ്മുടെ കളർ കോംബോ നമ്മൾ കൊടുക്കുന്നുണ്ട്. പവേർഡ് ബൈ ടിഡിയോ എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി വരുന്നത് നമുക്കൊന്ന് കൺഫിഗർ ചെയ്യണം. ഇത് മാത്രം പോരല്ലോ, നമുക്ക് ആരെങ്കിലും ഇതിനോട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു റിപ്ലൈ കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ടിഡിയോ സപ്പോർട്ടിൽ നമ്മൾ ഓപ്പൺ ടിഡിയോ പാനൽ ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റിലോട്ട് വിഡ്ജറ്റ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ബോട്ട് ആഡ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റാർട്ട് യുവർ ഫസ്റ്റ് കൺവേർഷൻ എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ജോയിൻ ടു സ്റ്റാർട്ട് കൺവേർഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് ടെസ്റ്റാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. ഓട്ടോമാറ്റിക് ഇങ്ങനൊരു വന്നു, ഒരു ആൾ ജോയിൻ കൺവേർഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹായ് എന്നുള്ളത് കൊടുത്താൽ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് യുവർ ഫസ്റ്റ് കൺവേർഷൻ ആരെങ്കിലും ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഹായ് എന്ന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ഇതിൽ ഇൻഫോർമേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് അവരോട് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ കൺവേർഷൻസിന് റിപ്ലൈസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്നും മിസ് ഔട്ട് ആവാതിരിക്കാൻ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ മെസ്സഞ്ചറിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും ഇവിടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാമിലും നോട്ടിഫൈ ആവും. ഓക്കെ, അങ്ങനെ തന്നെ നമുക്ക് ഇൻഫോർമേഷൻസ് ഒന്നും മിസ്സാവില്ല. അതൊക്കെ ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്ന ഈ ടിഡിയോ ചാറ്റിൽ നിന്ന് നമ്മൾ ഓപ്പൺ ടിഡിയോ പാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ലൈവ് കൺവേർഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കണം. എനിക്ക് എപ്പോഴും ലൈവായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ബേസിക് എൻക്വയറീസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ ബേസിക് എൻക്വയറീസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ബേസിക് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഇവിടെ നമ്മൾ കണ്ടില്ലേ. അതേപോലെ തന്നെ ഏത് സർവീസാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതൊക്കെ നമ്മളോട് ചോദിച്ചില്ലേ. അതേപോലെ നമുക്ക് കോമൺ ആയിട്ട് ആൾക്കാർ ചോദിക്കാൻ ചാൻസസ് ഉള്ള കൺവേർഷൻസ് ഓട്ടോമൈസ് ചെയ്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഇതാണ് നമ്മൾ ചാറ്റ് ബോട്ട്, ഒരു ചാറ്റ് ബോട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് ഓട്ടോമേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. ഒരാൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുകയാണ് നമ്മുടെ സൈറ്റിലോട്ട്. അപ്പോൾ നമുക്ക് എന്താ ഇൻഫോർമേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രീറ്റ് ചെയ്തു, നമ്മൾ ഹൈ ദർ ഇഫ് യു നീഡ് എനി അസിസ്റ്റൻസ് ഐ എം ഓൾവേസ് ഹിയർ. അതിനുശേഷം നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം. അതിനുശേഷം അവർ അങ്ങനെ ഗ്രീറ്റിങ്സ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻസ് അവർക്ക് കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ളത് ഇൻഫോർമേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ കണ്ടീഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ട്രിഗേഴ്സ് കൊടുക്കുക. കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ നമ്മൾ ആക്ഷൻസ് കൊടുക്കുക. ആക്ഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആക്ഷൻസിൽ ഡിസിഷൻ ബട്ടൺസ് അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾക്ക് അതിൽ ഏതോ കൊടുക്കാൻ പറ്റാം. ഇപ്പം ഞാനിവിടെ കൊടുക്കുന്നത് ഞാൻ SEO ഓർ SMM, വാട്ട് ഡു യു വാണ്ട് ടു നോ. ഞാൻ SEO SMM കൊടുക്കുന്ന ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ഏത് സർവീസസിന് വേണ്ടിയാണ് ഇവർ ഈ വെബ്സൈറ്റിലേക്ക് വന്നതെന്ന് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. വാട്ട് ഡു യു വാണ്ട് ടു നോ എന്നുള്ളത് ബട്ടൺസ് ആഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് SEO.
SEO ആണോ അതേപോലെ തന്നെ SMM, ഈ 2 ബട്ടനാണ് അവർക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, SEO or SMM. ഇപ്പോൾ SEO ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ആക്ഷനാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്, SEO എന്നുള്ള ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ SEO റിലേറ്റഡ് മെസ്സേജാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിലോ SMM ആണെങ്കിൽ SMM റിലേറ്റഡ് മെസ്സേജാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, നമുക്ക് 2 മെസ്സേജസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ സെൻഡ് ചാറ്റ് മെസ്സേജ് എന്നുള്ളത് കൊടുക്കുക, 2 എണ്ണം കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ 2 എണ്ണം ഇവിടെ ഇങ്ങനെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. അതിൽ ഫസ്റ്റത്തെ 1 എന്ന് പറയാൻ ഞാനിത് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എനിക്ക് ആരോ മാർക്ക്. ഓക്കെ, ഫസ്റ്റ് വിസിറ്റിലേക്ക് വന്നു. അതിൽ നിന്ന് അവരൊരു നമ്മൾ ഗ്രീറ്റിംഗ് മെസ്സേജ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഡിസിഷൻസിന് കൊടുക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് അതിൽ ഫസ്റ്റ് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ, ഫസ്റ്റ് ഡിസിഷൻ എന്തായിരുന്നു, SEO ആണെങ്കിൽ നമുക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടത്, SEO റിലേറ്റഡ് മെസ്സേജ്. ഫോർ SEO സർവീസസ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വെബ് പേജ് കൊടുക്കാം. SEO റിലേറ്റഡ് എൻക്വയറീസ്, SEO റിലേറ്റഡ് സർവീസസ് എല്ലാം വിശദീകരിക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ URL ഇവിടെ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയാണെങ്കിൽ SMM ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫോർ SMM റിലേറ്റഡ് എൻക്വയറീസ്, നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു URL കൊടുക്കാം, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു എൻക്വയറി പോലെ, അതിനോടുള്ള ഒരു ഡൗട്ട് ക്ലിയറിങ് ആൻസർ പോലെ ഇവിടെ റിപ്ലൈ ചെയ്യാം. എൻക്വയറീസ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, യെസ്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് എന്താ നമ്മുടെ SEO ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഇവർക്ക് കൊടുക്കണ്ടോ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, SMM ആണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുക, കണ്ടോ, SMM എന്ന് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതാണെങ്കിലോ ഒരു കണക്ഷൻ കൊടുക്കുക. SEO ആണെങ്കിൽ ഈ ഒരു ഇതാണ് കൊടുക്കേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞ് എന്താ ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഡിസിഷൻ ബട്ടൺസൊക്കെ. ഞാനിപ്പോൾ ഒന്നിൽ നിർത്താണ്. അതിനുശേഷം നമുക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്, ഈ ആക്ഷൻസ് ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക് യു എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താ ചാറ്റ് വിത്ത് ബോട്ട് എൻഡഡ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ചാറ്റ് വിത്ത് ബോട്ട് എൻഡഡ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അത് ഒരു വിസിറ്റർ SEO വാങ്ങിയാലും SMM ആണ് എൻക്വയറി ചെയ്തെങ്കിലും 2 പേർക്കും ഇത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് ഇറ്റ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നമ്മളപ്പോൾ പുതിയൊരു വിൻഡോയിലേക്ക് വന്നു. ഇതിൽ കണ്ടോ ചാറ്റ് ബോട്ട് ഇവിടെ വിസിബിൾ ആവുന്നുണ്ട്. ഐദർ ഗ്രീറ്റിംഗ് മെസ്സേജ് വന്നു, ഇഫ് യു നീഡ് എനി അസിസ്റ്റൻസ് ഐ ആം ഓൾവേസ് ഹിയർ പറഞ്ഞോളും. ഞാനത് ഓപ്പൺ ചെയ്തു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് വാട്ട് ഡു യു വാണ്ട് ടു നോ, SEO ഓർ SMM. ഞാൻ SEO എടുത്തു. അപ്പോൾ ഫോർ SEO സർവീസസ് വിസിറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇഫ് ദർ എനിത്തിങ് എൽസ് ടു വാണ്ട് ടു ഡു സെലക്ട് വൺ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഐ വിൽ സെൻഡ് ടു അവർ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ലൈവ് ചാറ്റിന് നമുക്ക് ഇവർക്കിപ്പോൾ ഈ ഇൻഫോർമേഷൻസ് പോരാ, എനിക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ലൈവായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും, നമുക്ക് മെസ്സേജസ് പാസ് ഓൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ SMM കൊടുക്കുകയാണെങ്കിലോ SMM എന്നുള്ള നമ്മൾ കൊടുത്തിരിക്കുന്ന റിസൾട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ചാറ്റ് ബോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.